ഈ ഫോറസ്റ്റ് എൻഒസിക്ക് വേണ്ടി അതിൽ 3426 വൈദ്യുതി ജനറേഷൻ ഉള്ള സൗകര്യങ്ങൾ. അതിൽ നമുക്കിപ്പം പൊരിങ്ങൽ നമുക്കൊരു മെഷീൻ കൂടെ വെക്കാനുള്ള ഒരു അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസർ പ്രസരണ വിതരണ ശൃംഖലകളുടെ ഇപ്പൊ രണ്ടു തരത്തിലുള്ള ആവശ്യം വന്നു. പിന്നെ വന്നത് പവറിന്റെ നമ്മളുടെ ഷോർട്ടേജ് ആണ്. അതിപ്പോ എല്ലാവർക്കും ടെക്നിക്കലായിട്ട് അതിന്റെ കാരണങ്ങളൊക്കെ അറിയാം. നമുക്ക് മഴ കുറഞ്ഞു, എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന മഴയേക്കാൾ ഏതാണ്ട് പകുതി 1/3 മഴ കുറഞ്ഞു. അതുകൊണ്ടുള്ള ജലസംഭരണികളുടെ ജലത്തിന്റെ പെർസെൻറ്റേജ് ഇടുക്കിയിൽ കഴിഞ്ഞ പ്രാവശ്യം ഈ സമയത്ത് 60 ആയിരുന്നെങ്കിൽ ഈ പ്രാവശ്യം 25 എന്നൊക്കെ കണക്കുകൾ കൊണ്ട് എല്ലാവർക്കും അറിയാം. അതേപോലെ തന്നെ ചൂട് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ഉപഭോഗം കൂടും. അത് നമ്മൾ AC ഇടാനും ഫാൻ ഇടാനും ഫുട്ബോൾ വന്നപ്പോൾ രാത്രിയിൽ ഫുട്ബോൾ കാണാനും ഒക്കെ ആയിട്ട് വൈദ്യുതി ഉപയോഗിക്കുന്നവരുടെ തോതും എണ്ണവും കൂടി. പകൽ സമയത്ത് അത് അവൈലബിൾ ഇൻ പ്ലെന്റി, ധാരാളമായിട്ട് നമുക്ക് ലഭിക്കും. ഞാൻ പറയുന്നത് ശരിയാണെങ്കിൽ ഒരു യൂണിറ്റിന് 1 പൈസയ്ക്കും അല്ലെങ്കിൽ അതിൽ താഴെ വിലയ്ക്കും പകൽ സമയത്ത് ലഭിക്കുന്ന വൈദ്യുതി രാത്രിയാകുമ്പോൾ പീക്ക് ടൈമിൽ അതിന് 10 രൂപ കൊടുത്താൽ പോലും കിട്ടാത്ത സാഹചര്യമുണ്ട്. കൂടുതൽ വിലയ്ക്കും വാങ്ങുന്നതിനുള്ള നടപടികൾ നമ്മൾ സ്വീകരിച്ച് അത്തരത്തിലുള്ള പ്രയാസം പരിഹരിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉദ്യോഗസ്ഥരുമായിട്ടുള്ള ഈ സംവാദത്തിൽ ഇവിടെ ജില്ലയായിട്ട് തൃശ്ശൂരിൽ സമാപിക്കുകയാണ്. നമുക്കറിയാം, വൈദ്യുതി നടപടികളുടെ ഒരു വളരെ സജീവമായ ഒരു തുടക്കമാണ്. ഇതിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് ബഹുമാനപ്പെട്ട മുഖ്യധർമ്മം. അതിന് ചുക്കാൻ പിടിക്കുകയാണ്. പുതിയ ഗവൺമെന്റ് അധികാരത്തിൽവർക്കും KSEBിലെ ഉദ്യോഗസ്ഥരെ എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ബഹുമാന്യനായ മിനിസ്റ്റർ ഇങ്ങനെ ഒരു അദ്ദേഹം വൈദ്യുതി ഭവന്റെ ഹെഡ് ഓഫീസ് വിസിറ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ആഹാരം, വസ്ത്രം, പാർപ്പിടം എന്നിവയൊക്കെയായിരുന്നു ആൾക്കാരുടെ നല്ല രീതിയിൽ 13 ജില്ലകളിൽ നടപ്പാക്കി 14ാമത്തെ ജില്ലയായ തൃശ്ശൂരും എയർ, വാട്ടർ, പവർ എന്നുള്ള രീതിയിലേക്ക് അദ്ദേഹം അതിനെ നിന്നു. കാലോചിതമായി നമ്മൾ ചിന്തിക്കുമ്പോൾ അത് വളരെ ശരിയായ ഒരു കാര്യമാണെന്ന് മുമ്പോട്ട് പോകാനുള്ള എല്ലാ നടപടികളുമായി നമ്മൾ മുമ്പോട്ട് പോകും. KSEB സമ്മതിക്കുന്നില്ല എന്ന് അവരെ ഒരു പരാതി വന്നത്. അപ്പൊ ഞാൻ അതിന് കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ട്രാൻസ്ഫോമറിന് കപ്പാസിറ്റി ഇല്ല എന്നോ. അതിന്റെ ഭാഗമായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് പവർ ജനറേഷൻ, സോളാർ നോക്കിപ്പോയി. അതിൽ തന്നെ അതിനാവശ്യമായിട്ടുള്ള നേരത്തെ നമ്മൾ ഇലക്ട്രിസിറ്റി ബോർഡിലെ ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെ വലിയ ട്രാഫിക് പ്രോബ്ലം ഉണ്ടാക്കുന്നു. അവിടെ ജംഗ്ഷൻ വികസനവുമായി ബന്ധപ്പെട്ട് ഇതൊക്കെ തന്നെ ഉള്ള 60 ലക്ഷം രൂപ അപ്പൊ അത് ഒന്ന് നീക്കി അവിടെ കൂടുതൽ വെള്ളം സംഭരിക്കാൻ അപ്പൊ ഈ മീറ്റിങ്ങുകൾ, നിയോജകമണ്ഡലതല മീറ്റിങ്ങുകൾ MLA-മാർ നിർബന്ധമായിട്ടും ചേരണം. കമ്മിറ്റി ഉണ്ടായിരുന്നു, ആ കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റി ഒന്നുകൂടെ റിവൈവ് ചെയ്യുന്നു. നിയോജകമണ്ഡലം തലത്തിൽ MLA ചെയർമാൻമാരായിട്ട് കമ്മിറ്റി ഉണ്ട്. അത് മരാമത്ത് വകുപ്പിന്റെ വൺസ് ഇൻ എ മന്ത് CMC കോൺസ്റ്റിറ്റ്യുവൻസി മോണിറ്ററിംഗ് കമ്മിറ്റി ചേരുന്നുണ്ട്. റോഡ് വർക്കുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അർജന്റ് ആയിരുന്നു. പക്ഷെ ഇത് അത്രയും അങ്ങനെ വൺസ് ഇൻ എ മന്ത് ചേരേണ്ടതില്ല. 2-3 മാസം കൂടുമ്പോൾ ഒരിക്കൽ എങ്കിലും നിർബന്ധമായിട്ട് ചേരണം. പഞ്ചായത്ത് പ്രസിഡന്റ്മാരെ കൂടെ ആ യോഗത്തിൽ MLA-മാരുടെ സാന്നിധ്യത്തിൽ വിളിക്കാം. EIമാർ ലെവലിലുള്ള ഉദ്യോഗസ്ഥന്മാരും ആ യോഗങ്ങളിൽ പങ്കെടുക്കണം. കളക്ടർക്ക് അല്ലെങ്കിൽ ഇവിടുത്തെ CE കൺസേൺഡ് ഇങ്ങനെ ഒരു മീറ്റിംഗ് 2-3 മാസം കൂടുമ്പോൾ ജില്ലാതലത്തിൽ ഒരു അവലോകന യോഗം ചേരുന്നത് നമ്മളുടെ പദ്ധതികളുടെ പ്രോഗ്രസും പ്രശ്നങ്ങൾ പരിഹരിച്ചു പോകാനും അതും സഹായകരമാകും. ഇത്രയാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. ഇപ്പം നേരത്തെ സെക്യൂരിറ്റി മേഖലയിൽ നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതിൻ്റെ ആവശ്യകത പറഞ്ഞു. ഇപ്പം അപകടങ്ങൾ കൂടുന്നു. ആളുകൾ ആക്റ്റീവായിട്ട് ഇപ്പം 2 സ്ഥലത്തെ ഫ്യൂസ് ഓഫാക്കാതെ പോയിട്ട് ലൈനിൽ പണിയെടുത്ത കേസൊക്കെ ഉണ്ട്. അപ്പോൾ ആളുകളുടെ വേഗത്തിലുള്ള ആവശ്യകത കൂടുന്നു. പേഷ്യൻസ് കുറവാണ്. കാരണം പവർ ഡിസ്ട്രപ്ഷൻ വന്നു കഴിഞ്ഞാൽ, സപ്ലൈ ഡിസ്ട്രപ്ഷൻ വന്നാൽ വേഗത്തിൽ റെക്ടിഫൈ ചെയ്യണമെന്നാണ് എല്ലാവരുടെയും വിളി, എല്ലാവരുടെയും ആവശ്യം അതാണ്. അപ്പം വേഗത്തിൽ പരിഹരിക്കണം, എന്നാൽ സേഫായിട്ട് പരിഹരിക്കണം. അതിനും എല്ലാവരുടെയും സഹകരണം വേണം. എറണാകുളത്തായിരുന്നു. തൃശ്ശൂരാണ് 3ാമത്തെ മീറ്റിംഗ്.